What did we study last class? നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ മെക്കാനിക്കൽ കം ബയോകെമിക്കൽ ഡൈജഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈസോഫാഗസില് നോ പെർട്ടിക്കുലർ ഡൈജഷൻ ഹാപ്പൻസ്. ആഫ്റ്റർ സ്റ്റൊമക്കില് പെപ്സിൻ ഉണ്ട്, റെനിൻ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരികയാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആരൊക്കെയാ ഓപ്പൺ ചെയ്യണേ എന്നുള്ളത് ഓൾസോ വി സ്റ്റഡി. Right, liver secretes bile. Bile is stored in നമ്മുടെ gallbladder for some time and it is concentrated, and then bile comes through the ducts, joins with the liver in the duct, and together with the juices from the pancreas they open to the duodenum എന്നുള്ളത് നമ്മൾ പറഞ്ഞു. Duodenum is the first portion of the small intestine എന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ് നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? We studied that liver is going to secrete bile. Bile does not have any enzyme. Bile has bile salts and bile pigments. What are the bile pigments which are there? Bilirubin and biliverdin. Bile also has cholesterol, phospholipid എന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാൻക്രിയാസിൽ എന്തൊക്കെയുണ്ട്? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, അമിലേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയേസസ്, പ്രോകാർബോക്സിപെപ്റ്റിഡേസസ്, ബൈകാർബണേറ്റ്സ്. ഇത്രയും സംഭവങ്ങൾ പാൻക്രിയാസിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മേക്ക് എ സ്റ്റോറി ഔട്ട് ഓഫ് കേട്ടോ. ഒരറ്റത്ത് നിന്ന് അമ്മിക്കല്ലില് തട്ടിയിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ക്രൈ ചെയ്തു എന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അതിനാണ് ഞാൻ പറയുന്നത് I want you guys to have the group discussion very very properly so that you can form stories out of it. Okay, now coming to intestinal juice. Intestinal juice il endakiyala? Intestinal juice is also known as succus entericus. adile disaccharidases എല്ലാത്തിന്റെ ഒരു പൂർത്തീകരണം is done by the succus entericus. ഗൗരി അദ്നാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. എല്ലാത്തിന്റെ everything is kind of brought to an end by the succus entericus. appo disaccharidases, dipeptidases, lipases, nucleosidases, mucus, enterokinases, okay, it is present in the intestinal juice. There are multiple glands which are present in the intestine. Now coming to namale ende ee bile inde oru function koodite parayade, emulsification of fat. That also we studied. Gundu fat globules, fat are divided into small fat globules and emulsify cheyum. We will come to that. And this also activates lipases. Lipases are the people who are going to act on the fat. Lipases work on the fat digestion. Okay, appo idile rendu moonu points extra namukku nokkandathu. Pancreatic amylase നെ നമ്മൾ amylopsin എന്നും പറയും. പാൻക്രിയാറ്റിക് ലിപ്പേസിനെ സ്റ്റിയാപ്സിൻ എന്നും നമ്മൾ പറയാട്ടെ. നമ്മൾ ന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA RNA. അപ്പൊ നമ്മൾ കോഴിയെ കഴിക്കുമ്പോഴേക്കും അതിൽ DNA RNA ഉണ്ട്. അതിനെ പിടിച്ചിട്ട് നമുക്ക് we have to digest it out. ഇൻഫാക്ട് പ്ലാന്റ്സിലും DNA RNA ഉണ്ട്. We have to digest it out. So ഈ പറയുന്ന ന്യൂക്ലിയേസസ് that is made up of DNA and RNA, we are supposed to digest it. ചുമ്മാ കയറിയിട്ട് DNA കുടിച്ചു എന്ന് പറഞ്ഞാൽ we can't use the DNA as it has to be broken down എന്ന് പറയാം. So and bile does not have enzyme is a very important statement. And intestinal juices എന്തൊക്കെ ഉണ്ടെന്ന് we already studied. Alright, now coming to ഓരോരോ digestion എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാം. See, what we have to understand is that നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ digestion already started. എവിടെ സ്റ്റാർട്ട് ചെയ്തു? സലൈവ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. സലൈവറി അമിലേസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. സലൈവറി അമിലേസിന്റെ വേറെ പേരെന്തായിരുന്നു? ടയാലിൻ എന്നായിരുന്നു സലൈവറി അമിലേസിന്റെ പേര്. ഓക്കെ, 6.8 ആയിരുന്നു അവരുടെ pH വാല്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് സലൈവറി അമിലേസ് എന്ത് ചെയ്തു? മാൾട്ടോസ് ആക്കിയിട്ട് മാറ്റി അല്ലെ? കുറെയൊക്കെ കാർബോഹൈഡ്രേറ്റ് മാൾട്ടോസ് ആക്കിയിട്ട് മാറ്റി. എന്നിട്ട് കാർബോഹൈഡ്രേറ്റിന് കോമ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ സ്റ്റൊമക്കിൽ വരുമ്പോഴത്തേക്കും കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കില്ല. പ്രോട്ടീനിന്റെ ഡൈജഷൻ സ്റ്റൊമക്ക് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. സ്റ്റൊമക്കിൽ ആരാ ഉണ്ടായിരുന്ന പ്രോട്ടീൻ ഡൈജഷന്? പെപ്സിനോജനെ പെപ്സിനാക്കി കൺവേർട്ട് ചെയ്തു. പെപ്സിനാക്കി കൺവേർട്ട് ചെയ്തു. ആരാ പെപ്സിനാക്കി കൺവേർട്ട് ചെയ്ത് പറയടോ?
HCl കൺവേർട്ട് ചെയ്തു, ഹൈഡ്രോക്ലോറിക് ആസിഡ് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് പെപ്സിൻ ആക്ടഡ് ഓൺ ദ പ്രോട്ടീൻസ് ടു മേക്ക് ഇറ്റ് പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസിസ് ആക്കിയിട്ട് മാറ്റി. കംപ്ലീറ്റ് ആക്കിയില്ല, പ്രോട്ടീൻസിനെ കംപ്ലീറ്റ് ആയി ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് അമിനോ ആസിഡ്സ്. ഇറ്റ് ഇസ് എ കോമ അഗൈൻ. പെപ്റ്റോൺസ് പകുതി ഡൈജസ്റ്റ് ചെയ്ത് വെക്കും. കൈയുമായിട്ട് തിരിച്ച് വായിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ബോളസ് ആണ്, സ്റ്റൊമക്കിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ കൈമാണ്, കൈ CHYME. ഓൾറൈറ്റ്. അപ്പൊ ഇനി നമുക്ക് ഡുവോഡിനത്തിലാണ് ബാക്കി എല്ലാ പണിയും. അപ്പൊ ഡുവോഡിനത്തിൽ ജസ്റ്റ് ഇമാജിൻ എത്ര പേരാണ് ഓപ്പൺ ചെയ്തിട്ട് വരുന്നത്. അൾട്ടിമേറ്റ്ലി എവ്രിബഡി ഇസ് ലിവർ ഇസ് ഓപ്പണിംഗ് ടു ദ intestines, duodenum, and pancreas is opening to the duodenum. Already duodenum has all these things. So each particular duodenum will be getting all these. So you have to understand idella everything is present in the C shape. ee sadhanam varum. Okay, everything, almost everything is coming in the inactive form. Inactive form illanu varna. Somebody has to activate it. So we have something known as enterokinase in the intestinal mucosa. Enterokinase is present in the intestinal mucosa. This enterokinase endu cheyum? Enterokinase is going to activate trypsinogen. Okay, enterokinase is going to activate trypsinogen. Trypsinogen ആരാണ്? ദേ കിടക്കണു നമ്മുടെ പാൻക്രിയാസ് എന്ന് വന്ന trypsinogen. But trypsinogen ഇങ്ങനെ വന്നിട്ട് ഡുവോഡിനത്തിൽ കയറുമ്പോൾ who is there in duodenum? Enterokinase is there. Enterokinase trypsinogen അടുത്ത് പറഞ്ഞു, ചേട്ടാ ചപ്പാത്തി വന്നിട്ടുണ്ട്, come on let us start our action. ചപ്പാത്തി വന്നു കഴിഞ്ഞാൽ trypsinogen പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല, അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പൊ enterokinase is going to tell your trypsinogen, ചേട്ടാ everybody has come, നല്ലൊരു ബിരിയാണി വന്നിട്ടുണ്ട്, നല്ല പനീർ കറി വന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം എന്ന് enterokinase എന്ത് ചെയ്തു? trypsinogen പിടിച്ചിട്ട് it is going to activate trypsinogen to who? trypsin. Okay, trypsin ആക്കിയിട്ട് മാറ്റി. trypsin ആക്കിയിട്ട് മാറ്റിയിട്ട് എന്താ സംഭവിക്കുക? നെക്സ്റ്റ് എന്താണ് പരിപാടി? trypsin എന്ത് ചെയ്യും? trypsin ബാക്കി എല്ലാവരെയും ആക്ടിവേറ്റ് ചെയ്യും. ഈ ചേട്ടനെ ഇയാൾ ട്രിപ്സിൻ എന്ന് പറയുന്നത് കൊച്ചുകുട്ടീനെ പോലെ, LKG-യിലെ കുട്ടിനെ പോലെ. അതെങ്ങാനും ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ ഉണർത്തില്ലേ? ഓക്കെ, എന്റെ മോൾ അങ്ങനെയാണ്. LKG-യിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സകല മനുഷ്യരെയും പിടിച്ചിട്ട് ഉണർത്തുന്ന ടീമാണ് നമ്മുടെ ട്രിപ്സിൻ. ഓക്കെ, എല്ലാവരെയും പോയിട്ട് തൊട്ടി ഡൈസാക്കറൈഡേസസ് എണീക്ക്, ഡൈപെപ്റ്റൈഡേസ് എണീക്ക്, നമുക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ട്രിപ്സിൻ എങ്ങനെ ഉണർത്തി വിടും. സോ ഇനി അപ്പൊ ഇതാണ് ഈ ഉണർത്തലിന്റെ കഥ. ഇനി എല്ലാവരും റെഡിയാണ്, നമുക്ക് ഇനി പണി ചെയ്ത് തുടങ്ങാം എന്ന് പറയും. ഇതിന്റെ ഇടയിൽ വേറെ 2-3 ചേട്ടന്മാരും കൂടിയിട്ടുണ്ട്. നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യണല്ലോ. ഈ ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അസിഡിക്, സ്റ്റൊമക്കിൽ നിന്ന് കട്ട അസിഡിക് ആയിട്ടാണ് ഫുഡ് ഉള്ളിലേക്ക് വരുന്നത്. ഇത് മാത്രമല്ല ആൽക്കലൈൻ നേച്ചർ, അസിഡിക് നേച്ചർ ആണ്. അതേപോലെ കുറെ എൻസൈംസ് ഉണ്ട്, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയ എൻസൈംസ് ഉണ്ട്. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മുടെ മ്യൂക്കോസൽ ലെയറിലൊക്കെ പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ, അതിനെ പിടിച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ സംബഡി ഹാസ് ടു പ്രൊട്ടക്ട് അവർ ഓൺ ബോഡി. നമ്മുടെ ബോഡീനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തന്നെ ഡുവോഡിനത്തിന്റെ ലെയേഴ്സ് ഒക്കെ പിടിച്ചിട്ട് ഡൈജസ്റ്റഡ് ആവും, അറിയോ? അപ്പൊ ഇത് ആരെങ്കിലും ഒരാൾ പ്രൊട്ടക്ട് ചെയ്യണല്ലോ, ഇത്രയും എൻസൈംസിൽ നിന്നും ഇത്രയും അസിഡിറ്റിയിൽ നിന്നും ആരെങ്കിലും ഒരാൾ സംബഡി ഹാസ് ടു പ്രൊട്ടക്ട്. ഒബ്വിയസ്ലി ഹു ഹാസ് ടു ഡു ദാറ്റ്? മ്യൂക്കസ് ലെയർ ഷുഡ് ബി ദർ. അപ്പൊ ആരാ മ്യൂക്കസ് ലെയർ ഉണ്ടാവുക? സി, മ്യൂക്കസ് ഇസ് സെക്രീറ്റഡ് ബൈ ഗോബ്ലെറ്റ് സെൽസ്. മ്യൂക്കസ് ഇസ് ഗോയിങ് ടു ബി സെക്രീറ്റഡ് ബൈ ഗോബ്ലെറ്റ് സെൽസ്. ഗോബ്ലെറ്റ് സെൽസ് എവിടെയുള്ളത്? മ്യൂക്കോസൽ epithelium. Mucosal epithelium goblet cells and mucus is going to be secreted by that. Appo ee parayna goblet cells indeyum brush bordered cells of the mucosa indeyum secretion ya succus entericus ennu paraya. Succus entericus il aarokke unde? 2 പേരുണ്ട്. അപ്പൊ ബ്രഷ് ബോർഡഡ് സെൽസ് ഓഫ് മ്യൂക്കോസാണ് നമ്മൾ പറയുന്ന വേറൊരു പേര് enterocytes. അതും കൂടി എഴുതി വെച്ചോണ്ടേ കുട്ടികളെ, enterocytes. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. enterocytes are going to, enterocytes എന്ന് പറഞ്ഞാൽ ബ്രഷ് ബോർഡഡ് സെൽസ് ഓഫ് മ്യൂക്കോസ. ഇവരെ 2 പേരുടെയും സെക്രീഷൻസിനെ ഒന്നിച്ചു പറയുന്ന പേരാണ് സക്കസ് എൻറ്ററിക്കസ്. ഈ സക്കസ് എൻറ്ററിക്കസിലാണ് ചേട്ടാ എല്ലാ സംഭവങ്ങളും ഇത്തിരി മുന്നേ നമ്മൾ കണ്ടില്ലേ, ഈ ചേട്ടന്മാരെല്ലാവരും ഉള്ളത്. അവിടെയാണ്. അപ്പൊ ഇതില് ഒന്നും കൂടി നോക്കിക്കോ,
ഇതില് നമ്മൾ ആരൊക്കെയാണ് intestinal mucosa? See, intestinal mucosa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇതാണ് നമ്മുടെ കുഴൽ എന്ന് വിചാരിച്ചോ, ഇതാണ് നമ്മുടെ ബിഗ് കുഴൽ. ഓൾറൈറ്റ്. അപ്പൊ ഫസ്റ്റ് ലെയർ സെറോസ ഉണ്ടാവും, എന്നിട്ട് മസ്കുലാറിസ് ഉണ്ടാവും, എന്നിട്ട് സബ്മ്യൂക്കോസ ഉണ്ടാവും, എന്നിട്ട് മ്യൂക്കോസ ഉണ്ടാവും. ഭക്ഷണം എവിടെ കൂടിയാ പോണേ? യുവർ ചിക്കൻ ഇസ് കമ്മിങ് ത്രൂ ദിസ് പ്ലേസ്. ഐ ഡോണ്ട് ലൈക്ക് ചിക്കൻ. അപ്പൊ ഈ പറയുന്ന പോലെ എന്തോ സംഭവം is coming through this place. This layer is mucosa. Mucosa is actually in contact with the food. Alright. ഫുഡും അതേപോലെ എൻസൈംസ് ആയിട്ട് കോൺടാക്ട് ആവുന്നത് മ്യൂക്കോസ ആണ്. ഇപ്പുറത്താണ് സബ് മ്യൂക്കോസ, അതിന്റെ അപ്പുറത്താണ് മസ്കുലാറിസ് ആൻഡ് ഓൾ വി ആർ നോട്ട് ബോതർഡ്. അപ്പൊ ആരൊക്കെയാണ് intestinal mucosa പ്രൊട്ടക്ട് ചെയ്യണേ? intestinal mucosa പ്രൊട്ടക്ട് ചെയ്യണേ submucosal gland. If you remember submucosal gland, we had Brunner's gland. We had Brunner's gland, mucus secreted by the goblet cells. Pancreas il ninnum, if you see, bicarbonates are coming. Ladies and gentlemen, pancreas il ninnum bicarbonates are coming. Boya cheta. Okay, bicarbonates are coming. Alle bicarbonates secrete help ചെയ്യും. Goblet cells and the mucus help ചെയ്യും. Brunner's gland il ninnulla mucus again will mucin is again going to protect our mucus. എന്ത് ലെയർ? ഫസ്റ്റ് ലെയർ. ഓക്കെ, മ്യൂക്കോസൽ ലെയർ പ്രൊട്ടക്ട് ചെയ്യും. Are you all clear with this? ഓക്കെ, 3 പേരാണ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സബ്മ്യൂക്കോസൽ ലെയറിൽ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഉണ്ട്, അതേപോലെ ഗോബ്ലെറ്റ് സെൽസിന്റെ സെക്രീഷൻ ആയ മ്യൂക്കസ് ഉണ്ട്, ബൈകാർബണേറ്റ്സ് ആർ കമ്മിങ് ഫ്രം ദ പാൻക്രിയാസ്. ഇതെല്ലാം ഇന്റസ്റ്റൈനൽ മ്യൂക്കോസിനെ സെക്രീറ്റ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ എന്ന് പറയുന്നതിന് എന്തിനാ ഹെൽപ്പ് ചെയ്യണം? സ്റ്റൊമക്കിൽ നിന്നും കട്ട് അസിഡിക് ആയിട്ട് വരുമ്പോൾ ഇതിന് കത്തി പോവാതിരിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് obviously it is going to see bicarbonates are there, so obviously it is going to provide an alkaline medium. എന്തൊരു അവസ്ഥയാണ് അല്ലെ? സ്റ്റൊമക്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസിഡിക് മീഡിയം വേണം. ഈ പറയുന്ന പോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡുവോഡിനത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ മീഡിയം വേണം. ഈ ചേട്ടന്മാരെല്ലാവരും പറയും, ചേട്ടാ എനിക്ക് ആൽക്കലൈനിറ്റി ഉണ്ടെങ്കിലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇവരെല്ലാവരും പറയും. ഈ ചേട്ടന്മാരെല്ലാവരും ആൽക്കലൈൻ മീഡിയം ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോ ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു പ്രൊവൈഡ് ദ ആൽക്കലൈൻ മീഡിയം. 2 പീപ്പിൾ, മറ്റേ മ്യൂക്കോസ അല്ല മറ്റേ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിന്റെ ചേട്ടന്മാര്, അതേപോലെ തന്നെ ബൈകാർബണേറ്റ്സ് ആർ ഗോയിങ് ടു പ്രൊവൈഡ് a slightly alkaline medium. This is slightly alkaline medium, so this will help in the enzymatic activities as well. Okay, now coming to ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ? ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കോ, ജ്യൂസ് ഓഫ് ദ സ്മോൾ ഇന്റസ്റ്റൈൻ ഇസ് നോൺ ആസ് സക്കസ് എന്ററിക്കസ്. സെക്രീഷൻസ് ഓഫ് ദ ഗോബ്ലെറ്റ് സെൽസും എന്ററോസൈറ്റ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്. ഗോബ്ലെറ്റ് സെൽസും ബ്രഷ് ബോർഡഡ് സെൽസ് ഓഫ് മ്യൂക്കോസെനിയ എന്ററോസൈറ്റ്സ് എന്ന് പറയാം. ഇതിനെ രണ്ടെണ്ണത്തിനെയും കൂടിയിട്ടാണ് സക്കസ് എന്ററിക്കസ് എന്ന് പറയാം. Now Brunner's gland is located in the submucosa and they are the people who are going to provide alkaline fluid which contains mucin, and this is going to protect your duodenum from the acidic action. Okay, ഇനി ഇതില് ഒരു കാര്യം കൂടിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്രീറ്റിംഗ്, ഡുവോഡിനത്തിൽ നിന്നും ഒരു സാധനം ഒരു ഹോർമോൺ സെക്രീറ്റഡ് ആവും, സെക്രീറ്റിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റൊമക്കിൽ എന്തെങ്കിലും ഫുഡ് വരുമ്പോഴത്തേക്ക് ആസിഡ് ഇസ് ഗോയിങ് ടു ബി റിലീസ്ഡ്. സ്റ്റൊമക്കിൽ എന്തെങ്കിലും ഫുഡ് വരുമ്പോൾ ആസിഡ് ഇസ് ഗോയിങ് ടു ബി റിലീസ്ഡ്. ഇൻ റെസ്പോൺസ് ടു ദാറ്റ് acidity, secretin is released. In response to that acidity, secretin is released in duodenum. ആ സെക്രീറ്റിൻ ആണ് ലിവറിന്റെ സെക്രീഷൻസിനെയും പാൻക്രിയാസിന്റെ സെക്രീഷനെയും ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് നോക്കണ കുട്ടികളെ, എന്താ സംഭവിക്കണം? എന്ത് കിടിലാണ് അല്ലെ? ശരിക്കും എന്തൊരു കൺട്രോൾഡ് ആയിട്ടുള്ള സാധനം. നമ്മുടെ വയറിൽ ബിരിയാണി പോയി, ചേട്ടാ HCl റിലീസ്ഡ് ആയി. HCl റിലീസ്ഡ് ആവുമ്പോ അസിഡിറ്റി വരാൻ തുടങ്ങി. ആ അസിഡിറ്റിക്ക് റെസ്പോൺസിൽ duodenum, small intestine secretin is released, and in that secretin is going to go and trigger the liver and pancreas to bring out their secretions. ഇത്രയും സംഭവം മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ ഇനി ഓരോന്നായിട്ട് നോക്കാം. പ്രോട്ടീൻസിന് എന്ത് സംഭവിച്ചു? ഓക്കെ, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താ? പച്ചപ്പയർ. സേ ഫോർ എക്സാമ്പിൾ വി ആർ ഈറ്റിംഗ് പച്ചപ്പയർ. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ്? അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന പച്ചപ്പയർ വായിൽ ചവച്ചരയ്ക്കും എന്നുള്ളതേ ഉള്ളൂ. വി ജസ്റ്റ് മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് ഇൻസൈഡ് ദ മൗത്ത്. ഓക്കെ,
and nothing much happens, no digestion happens, esophagus no digestion happens because it is protein. And then coming to stomach it is going to be acted upon by the pepsin എന്ത് ചെയ്യും peptones ആക്കും അതേപോലെ proteoses ആക്കും. okay, അപ്പൊ കുറെ പ്രോട്ടീൻ ആയും അതേപോലെ പെപ്റ്റോൺസ് ആയും പ്രോട്ടിയോസസ് ആയും ഡുവോഡിനത്തിലേക്ക് എത്തും. കുറച്ച് സാധനങ്ങൾ ഡൈജസ്റ്റഡ് ആവാണ്ട് ഉണ്ടാവും. So they are going to come to proteins, peptones, proteoses are going to come to duodenum. Okay, now it is going to be acted upon by trypsin, chymotrypsin, carboxypeptidases. ഈ മൂന്ന് ചേട്ടന്മാരും എവിടെയാ? trypsin, chymotrypsin, carboxypeptidases, carboxypeptidases ആയിട്ട് മാറും. All these are coming from the pancreatic juice. First action is by the pancreatic juice. Trypsin, chymotrypsin, carboxypeptidases are going to act on who all? Proteins, peptones, proteoses, and they are going to convert them to dipeptidases. Okay, dipeptidases. Now dipeptides to convert it. Now dipeptides are going to be acted upon by dipeptidases. Final stage, always small intestine. Dipeptidases is in the intestinal juice. Okay, അപ്പൊ ഒന്നും കൂടി നോക്ക്. proteins, peptones, proteases എവിടെ നിന്നാ വരണേ? stomach നിന്ന് വരും. And they are going to be acted upon by trypsin, chymotrypsin, carboxypeptidases, and they ultimately convert them to dipeptidases. They are going to convert them to dipeptides. Okay, dipeptides are going to be acted upon by dipeptidases. Dipeptidases എന്ന് പറയുന്ന enzyme dipeptides നെ amino acid ആയിട്ട് convert ചെയ്യും. Now amino acid can be directly used by the body. Okay, അപ്പൊ ഇതാണ് പ്രോട്ടീൻസിന്റെ കഥ. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് അങ്ങോട്ട് ആയി, നമുക്ക് സന്തോഷമായി. ഓക്കെ, നൗ കമ്മിങ് ടു starch എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുന്ന carbohydrates അല്ലെങ്കിൽ starch are polysaccharides. Saccharide means sugar. Multiple sugars link ചെയ്തിരിക്കുന്നതിനെയാണ് polysaccharides എന്ന് പറയാം. Polysaccharides means multiple sugars are linked together. Polysaccharides are acted upon by pancreatic amylase. First action by the pancreas enzyme, pancreatic amylase. They are going to be converted to disaccharides. Now disaccharides എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഷുഗർ ചേർന്നിരിക്കുന്നതാണ് disaccharides. Two sugars join together to form disaccharides. Disaccharides examples ആരൊക്കെയാണെന്നറിയോ? maltose is an example. maltose എന്ന് പറയുന്നത് ഗ്ലൂക്കോസും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതാ. It is formed by glucose plus glucose. Maltose is acted upon by maltase enzyme. Maltase is present in succus entericus, intestinal juice. Maltase. Okay. Lactose is acted upon by lactase. It is going to be converted to glucose and galactose. This is a monosugar. This is also a monosugar. All right, monosugar. Sucrose is acted upon by sucrase and converted to glucose and fructose. Monosugar. Both of them combine to form the disugar. And disugar is acted upon by the disaccharidases. Disaccharidases in the examples are maltase, lactase, sucrase. മനസ്സിലായോ? All right ആണോ? Okay. Now coming to fatum nucleic acid digestion കഴിഞ്ഞിട്ട് I'll give you time to review. All right, fats എന്ന് പറയുന്നത് എന്താണ്? fats എന്ന് പറയുന്നതിനെ first act ചെയ്യുന്നത് first stomachal act ചെയ്യില്ല. There is no provision for digestion of fat in mouth or in stomach. It is going to be acted upon in the duodenum only. So fats എന്ന് പറയുന്നത് lipase is active. Okay, with the help of bile. Okay, fats are triglycerides. Okay, അപ്പൊ ഫാറ്റ്സിനെ മൂന്ന് പേര് ഒന്നിച്ചാണ് ഉണ്ടാവുക. അപ്പൊ ബൈൽ സോൾട്ട് എന്ത് ചെയ്യും? they are going to break it down. Okay, അപ്പൊ മൂന്നെണ്ണം glyceride ഒന്നിച്ചിരിക്കുന്നതിനെ bile salt is going to act and split it out. And then what happened? bile salt എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ bile salt goes itself and gets attached
attached to the glyceride, monoglyceride. Triglyceride is broken down into monoglyceride. Okay. എന്നിട്ട് എന്ത് ചെയ്യും? ബൈൽ സോൾട്ട് അറ്റാച്ച് ചെയ്യും. ബൈൽ സോൾട്ട് നല്ല രസമാണ്. എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, bile salt has a polar end and a non-polar end. Polar end എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? Polar end means വാട്ടറിനെ ഇഷ്ടമുള്ള ആൾക്കാർ, വാട്ടറിനെ ഇഷ്ടമുള്ള ആൾക്കാർ, വാട്ടർ സോല്യൂബിൾ പാർട്ട്. പോളാർ ഇസ് ഓൾവേസ് വാട്ടർ സോല്യൂബിൾ പാർട്ട്. വാട്ടർ ഫോബിയ ഉള്ള ആൾക്കാരുണ്ട്, എനിക്ക് വാട്ടറിനെ പേടിയാണ്, വാട്ടർ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണത്. വാട്ടർ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാര്, അത് നോൺ പോളാർ പാർട്ട്. സോ always the bile salt is going to have a polar part and a non-polar tail. Okay, so how is this going to get attached? How is this going to get attached? First, water ഇഷ്ടമുള്ള ആൾക്കാര്. See, നമ്മുടെ mucosa, if you see, ഇതാണ് നമ്മുടെ mucosa എന്ന് വിചാരിച്ചോ. ഈ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇടയിലുള്ള ലുമെൻ എന്ന് വിചാരിച്ചോ. അതായത് ഇത് ഇന്റസ്റ്റൈനിന്റെ ഇടയിലുള്ള ഓട്ടയാണ്. ഓക്കെ, ഡ്യൂയോഡിനത്തിന്റെ ഇടയിലുള്ള ഓട്ടയാണ്. എവ്രിവെയർ there is going to be water. വാട്ടറി ആയിട്ടുണ്ടാവും, റൈറ്റ്? അപ്പൊ വെള്ളത്തിന് ഇഷ്ടമുള്ള ആൾക്കാർ പുറത്തു നിൽക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിന് ചുറ്റും ഒരു ചക്രവ്യൂഹം സൃഷ്ടിക്കും ഈ സാധനം. ഓക്കെ, ഇങ്ങനെ ഇതിനെ ചുറ്റും, ഇതിനെയാണ് emulsification പറയാം. Now the bile salts are going to get attached to the monoglyceride. Okay, monoglyceride, diglyceride. അപ്പൊ നമ്മുടെ ട്രൈഗ്ലിസറൈഡ് നമുക്ക് 3 കഷ്ണങ്ങളുണ്ട്, 3 കഷ്ണങ്ങളായിട്ടാണെന്ന് വിചാരിച്ചോ. And this is going to be acted upon by the bile salt and with the help of lipases. ഒന്നില്ലെങ്കിൽ ഡൈഗ്ലിസറൈഡ് ആയിട്ട് മാറും, ഈ ഡൈഗ്ലിസറൈഡ് വീണ്ടും മോണോഗ്ലിസറൈഡ് ആയിട്ട് മാറും. ഡൈഗ്ലിസറൈഡിലും മോണോഗ്ലിസറൈഡും കുറെയൊക്കെ ഉണ്ടാവും അവിടെ. Here what will happen? Bile salt are going to get attached to the monoglyceride. And what happens? Even a bile salt, polar end is towards the outside, non-polar end is towards the inside. ഇങ്ങനെ it gets attached, ഇങ്ങനെ ഒരു ചക്രവ്യൂഹം പോലെ സൃഷ്ടിക്കും. This structure is known as what? This structure is known as micelles form ചെയ്യും. Micelles increases the surface area and helps lipase action. നന്നായിട്ട് ലിപ്പേസിന്റെ ആക്ഷൻ നടക്കും. Lipase action highly increases the lipase action. Alright, so what happened? Micelles are formed. Micelles എങ്ങനെയാ ഫോം ചെയ്യുന്നത്? Triglycerides are broken down to monoglycerides, and monoglycerides triglycerides bile salts get attached and form a structure known as micelles. How is micelle formed? Micelle is formed when bile salt in a polar end is towards the outside. Polar means I love water. Water ഉള്ള സ്ഥലത്ത് പോയി നിൽക്കുന്ന സാധനം. Non-polar means hydrophobic part. എനിക്ക് വാട്ടറിനെ പേടിയാണ്. So I hide from water. So this is hiding from water. Tail is hiding from water. So അങ്ങനെ ചുറ്റും അങ്ങനെ ഒരു ട്രൈഗ്ലിസറൈഡിന്റെ ചുറ്റും പോയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. So now the surface area increases. When the surface area increases, what is going to happen? Lipase action effectively നടക്കും, സൂപ്പർ ആയിട്ട് നടക്കും. Now what is going to happen? See, fats are going to be acted upon by the bile salts and lipases and going to get converted into diglycerides and monoglycerides. And in diglycerides and monoglycerides lipases act ചെയ്തിട്ട് ultimately എന്ത് സംഭവിക്കും? Fatty acid and glycerol ആയിട്ട് മാറും. Fatty acid and glycerol ആയിട്ട് മാറും. This is the end product of fat digestion. So what all did we study? Proteins എന്ന് പറയുന്നത്, നോക്കടാ കുട്ടികളെ, proteins എന്ന് പറയുന്നത് ultimately got converted into amino acid. പ്രോട്ടീൻസിന്റെ ഇടയിലുള്ള സ്റ്റേജസ് എന്തൊക്കെയാണ്? പെപ്റ്റോൺസ്, പ്രോട്ടിയോസിസ്, ആൻഡ് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡൈപെപ്റ്റൈഡ്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് അമിനോ ആസിഡ് ഫോം ചെയ്യുന്നത്. പോളിസാക്കറൈഡിന്റെ അൾട്ടിമേറ്റ് ഫോം ഓഫ് ഡൈജസ്റ്റഡ് പ്രോഡക്റ്റ് ഷുഗർ. പോളിസാക്കറൈഡ്സിന്റെ ഇടയിൽ വെക്കുന്നതാണ് ഡൈസാക്കറൈഡ്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗേഴ്സ്, മോണോസാക്കറൈഡ്സ് ആരൊക്കെ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് പോലത്തെ സാധനം. ഫാറ്റ്സിൽ എന്താ സംഭവിച്ചത്? ഡൈഗ്ലിസറൈഡ്സിന്റെ മോണോഗ്ലിസറൈഡ്സ് ആവും. അൾട്ടിമേറ്റ്ലി ലിപ്പേസസിന്റെ ആക്ഷൻ പ്രകാരം they get converted into fatty acids and glycerol. Last thing, which is nucleic acid. DNA, RNA യിലുള്ള സാധനങ്ങളെയാണ് ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയുന്നത്. അച്ഛൻ നിങ്ങൾക്ക് തരുന്നത്, അമ്മ നിങ്ങൾക്ക് തരുന്നത് ഭക്ഷണമല്ല, ന്യൂക്ലിയിക് ആസിഡ് ആണ്. which is a blueprint of our body. നമ്മുടെ ബോഡി എങ്ങനെയാണ്, how are the enzymes being produced, how is your
body structure, everything about you is made from that DNA and RNA. Okay, so nucleic acids, and DNA and RNA is made up of nucleic acids. Nucleic acids, who is going to act? Nucleases is going to act. Nucleases are going to convert them first into nucleotides. Again, nucleotides are going to be converted into nucleosides. Nucleosides. Okay, എന്തൊക്കെയാണുള്ളത് ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ? ന്യൂക്ലിയോസിഡേസിസും ന്യൂക്ലിയേസിസും. ഫസ്റ്റ് ആരാ വന്നെ? ന്യൂക്ലിയേസസ്. പാൻക്രിയാറ്റിക് എൻസൈമിന്റെ ചേട്ടന്മാരാണ് ഫസ്റ്റ് വന്നെ. ന്യൂക്ലിയേസസ്. ഓക്കെ, ഒരു മിനിറ്റ്. ന്യൂക്ലിയേസസ്, ന്യൂക്ലിയിക് ആസിഡിനെ ഫസ്റ്റ് ന്യൂക്ലിയേസസ് ആർ ഗോയിങ് ടു കൺവേർട്ട് them into nucleotides. Then nucleosidases are going to convert them into nucleosides. Nucleosidases, I think I have not written that. Nucleosidases, okay, which is present in the succus entericus, are going to convert them into nucleosides. And nucleosides are there. Everything, see, everything is happening near the mucosal layer. Everything is happening near the mucosal layer. All right, everything is happening very near to the mucosal layer of the lumen. Otelil mucosal epithelial cells in aduthana irikana. Now everything is in the absorbable form. Everything is in the absorbable form. Okay, now so duodenum, what did it do? Duodenum completely helped in the breakdown of the bio macromolecules. Idonu revise here, then we will move on to the absorption. അപ്പൊ ഇതിന്റെ ബാക്കി കൂടി പറഞ്ഞിട്ട് വളരെ സിമ്പിൾ. ഇതിലിപ്പോ ഡൈജസ്റ്റ് ആവാത്ത സാധനങ്ങൾ ഉണ്ട് വിചാരിച്ചാൽ കുറെ ഡൈജസ്റ്റഡ്. സി ദെൻ വാട്ട് ഹാപ്പൻസ്? ഡുവോഡിനം ഉണ്ട്, ജെജുനം ഉണ്ട്, ഇലിയം ഉണ്ട്. ഡുവോഡിനം കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ? ജെജുനം ആൻഡ് ഇലിയം നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്തു. യുവർ ജെജുനം ആൻഡ് ഇലിയം കംപ്ലീറ്റ്ലി അബ്സോർബ് വാട്ട് എവർ ഇറ്റ്സ് റിക്വയർഡ് ഇൻ ദാറ്റ് ചൈൽഡ് എന്നാണ് പറയുക. ചൈൽഡ്. നെക്സ്റ്റ് ഇസ് എ ചൈൽഡ്. ഓക്കെ, ചൈം ഉണ്ടായിരുന്നു, ബോളസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് യു ഹാഡ് ബോളസ്, and then it converted into child, and then it got converted into child. Okay, child. Okay, child is the acidic food. Child is the acidic food. Child is in the absorption happens, complete absorption happens. Whatever is undigested, whatever is unabsorbed passes through the large intestine through the ileocecal valve. Okay, small intestine inde large intestine inde edeyilla valve aanu ileocecal valve. Ileocecal valve vadi it passes to the large intestine. Large intestine absorb mucus secretion ഉണ്ട്, so that the waste particles get adhered. എല്ലാം കൂടിയിട്ട് fecal matter ആയിട്ട് adhere ചെയ്യും. For lubrication, that mucus secretion is very important. അല്ലെങ്കിൽ full cuts and ulcers ഒക്കെ വരും. And the fecal matter is temporarily stored in rectum until defecation. Defecation happens by a mass peristaltic movement. Mass peristalsis വഴിയാണ് defecation നടക്കുന്നത്. All right, it's a very mass peristaltic movement. Okay, ini revise ചെയ്തേടെ കുട്ടികളെ. ഇതിലാരാണ് നമ്മുടെ ഡൈജഷൻ കൺട്രോൾ ചെയ്യുന്നത്? അപ്പൊ പല രീതിയിലുള്ള കൺട്രോൾ നടക്കുന്നുണ്ട്. ഒന്ന് ന്യൂറൽ, അതായത് നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോൾ ഉണ്ട്, അതേപോലെ ഹോർമോണൽ കൺട്രോൾ ഉണ്ട്. ഹോർമോൺ വഴി കൺട്രോൾ ഉണ്ട്. ന്യൂറൽ എങ്ങനെയാണ്? നമുക്ക് ബിരിയാണിയെ പറ്റി കേൾക്കുമ്പോൾ നല്ല ചൂടുള്ള ബിരിയാണി, നല്ല പനീർ കറിക്കും എന്ന് പറയുമ്പോഴത്തേക്കും വായിൽ ഇങ്ങനെ വെള്ളം വരില്ലേ? അതെ, അപ്പൊ സൈറ്റിനെ പറ്റിയിട്ട് സ്മെല്ല് വരുമ്പോൾ അല്ലെങ്കിൽ ഈവൻ പ്രസൻസ് ഓഫ് ഫുഡ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ സലൈവ പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് അതായത് വയറിന്റെ അകത്ത് കുറെ സെക്രീഷൻസ് ഉണ്ട്, ഇന്റസ്റ്റൈനിൽ കുറെ സെക്രീഷൻസ് ഉണ്ട്. ദേ ആർ ഗോയിങ് ടു സ്റ്റിമുലേറ്റ് ദ ന്യൂറൽ സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ന്യൂറൽ സിഗ്നൽസിന് ആരൊക്കെയാണ്? ഗ്യാസ്ട്രിക് സെക്രീഷൻസും അതേപോലെ ഇന്റസ്റ്റൈൻ സെക്രീഷൻ കാരണവും ന്യൂറൽ സിഗ്നൽസ് ജനറേറ്റഡ് ആവും. ആ ന്യൂറൽ സിഗ്നൽസ് കാരണം അൾട്ടിമേറ്റ്ലി ബൈലിന്റെ സെക്രീഷൻസ്, പാൻക്രിയാറ്റിക് സെക്രീഷൻസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയാം. മസ്കുലർ ആക്ടിവിറ്റീസ്, ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഇസ് ദേർ ത്രൂ ഔട്ട്. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? മസ്കുലർ ആക്ടിവിറ്റീസ് ആണ് ആക്ച്വലി, കാരണമാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വരുന്നത്. അതാരാണ് കൺട്രോൾ ചെയ്യണേ? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ലോക്കൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ലോക്കൽ നെർവസ് സിസ്റ്റം ആണ് മസ്കുലർ ആക്ടിവിറ്റീസിനെ മോഡറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീഷൻ ആരാ ഹെൽപ്പ് ചെയ്യണത്? ലോക്കൽ ഹോർമോൺസ് ഉണ്ട്, അതായത് സ്റ്റൊമക്കിന്റെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, ഇന്റസ്റ്റൈനൽ മ്യൂക്കോസയിൽ പ്രൊഡ്യൂസ് ആവുന്ന ഹോർമോൺസ് ഉണ്ട്. ഇവരാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, മോഡറേറ്റ് ചെയ്യുന്നത്. അതേ
അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കുന്നത് ഒക്കെ ഇവർ തന്നെ ആണ്. സോ ന്യൂറൽ പാർട്ടും ഉണ്ട്, ഹോർമോണൽ പാർട്ടും ഉണ്ട്. സൈറ്റ്, സ്മെല്ല്, പ്രസൻസ് ഓഫ് ഫുഡ്, സലൈവ പ്രൊഡക്ഷൻ ട്രിഗർ ചെയ്യും. അതുപോലെ ന്യൂറൽ സിഗ്നൽസിനെ ആരെ ട്രിഗർ ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ആൻഡ് ഇന്റസ്റ്റൈനൽ സെക്രീഷൻസ് ന്യൂറൽ സിഗ്നൽസിനെ ട്രിഗർ ചെയ്യും. മസ്കുലർ ആക്ടിവിറ്റിനെ ആരെ കൺട്രോൾ ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റവും ലോക്കൽ നെർവസ് സിസ്റ്റവും. ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീഷൻസിനെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? വയറിന്റെ അകത്തുള്ള ലോക്കൽ ഹോർമോൺസും ഇന്റസ്റ്റൈനൽ മ്യൂക്കോസയിലെ ലോക്കൽ ഹോർമോൺസുമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പറയുന്ന ടിക്ക് ഇടുന്ന സാധനങ്ങൾ പഠിക്കണം. ഓക്കെ, ഗ്യാസ്ട്രിൻ, കോളിയോസിസ്റ്റോകൈനിൻ, അതേപോലെ സെക്രീറ്റിൻ, അതേപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ട് ഇരുന്നാൽ മതി. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ, ഓക്കെ, നീറ്റിനുള്ളവർ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ഹോർമോൺ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന സാധനം, ഗ്യാസ്ട്രിൻ എവിടെയാ റിലീസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവോഡിനത്തില് റിലീസ് ആവും. ഓക്കെ, ഡുവോഡിനത്തില് ജി സെൽസ് കാരണം റിലീസ് ആവും. ഇത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെരീറ്റൽ സെൽസിൽ നിന്നും ഗ്യാസ്ട്രിക് ആസിഡ്, പെരീറ്റൽ സെൽസിൽ നിന്നും ഗ്യാസ്ട്രിക് ആസിഡ് ഉണ്ടല്ലോ, വയറിന്റെ അകത്തെ ആസിഡ്, ഇൻട്രിൻസിക് ഫാക്ടറിന്റെയും സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതേപോലെ പെപ്സിനോജൻ ചീഫ് സെൽസിൽ നിന്നും ഉണ്ടാക്കുന്നതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇതാണ് ഗ്യാസ്ട്രിന്റെ പണി. ഗ്യാസ്ട്രിൻ എവിടെയാ? ഡുവോഡിനത്തിലാണ് ഉണ്ടാവുന്നത്. കോളിയോസിസ്റ്റോകൈനിൻ എന്ന് പറയുന്നത്, കോളിയോസിസ്റ്റോകൈനിൻ ജെജുനം സെൽസിൽ നിന്നും ഉണ്ടാവും. ജെജുനം സെൽസിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഗോൾ ബ്ലാഡറിനെ കോൺട്രാക്ട് ചെയ്തിട്ട് ബൈല് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാം. പാൻക്രിയാറ്റിക് എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, റിലീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആൻഡ് സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡൈനെ തുറക്കണമല്ലോ. സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡൈ തുറക്കണമല്ലോ, തുറന്നാലല്ലേ ബൈലും എൻസൈംസ് കയറി വരുള്ളൂ. അപ്പൊ അത് ചെയ്യുന്ന റിലാക്സ് ചെയ്ത് തുറക്കുക എന്ന് പറയുന്ന കോളിയോസിസ്റ്റോകൈനിൻ ആയിരിക്കും ചെയ്യുന്നത്. സെക്രീറ്റിൻ എന്താ ചെയ്യണേ? ബൈകാർബണേറ്റ്സിനെ പാൻക്രിയാസിൽ നിന്നും സെക്രീറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ്. അതേപോലെ ഗ്യാസ്ട്രിനും ഗ്യാസ്ട്രിക് ആസിഡിന്റെയും റിലീസ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. ഇത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ആസിഡ് അവിടെ നിൽക്കുള്ളൂ. ഡുവോഡിനത്തിൽ എത്തിക്കഴിഞ്ഞു ചേട്ടാ, അവിടെ ഇനി ആസിഡ് നിൽക്കട്ടെ എന്ന് പറയും. ഓക്കെ, സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് പല ഇൻഹിബിറ്റ്സ് സെക്രീഷൻ ആൻഡ് ആക്ഷൻ ഓഫ് മെനി ഹോർമോൺസ്, ഓൾമോസ്റ്റ് എല്ലാത്തിനെയും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സൊമാറ്റോസ്റ്റാറ്റിന്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്യാസ്ട്രിൻ ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന പെരീറ്റൽ സെൽസിൽ നിന്നും ചീഫ് സെൽസിന്റെയും സെക്രീഷൻസ് ട്രിഗർ ചെയ്യിപ്പിക്കുക. കോളിയോസിസ്റ്റോകൈനിൻ മറ്റേ ഗോൾ ബ്ലാഡറിൽ നിന്നും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, പാൻക്രിയാറ്റിക് എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. സെക്രീറ്റിൻ എന്ന് പറയുന്ന ബൈകാർബണേറ്റ്സ് പാൻക്രിയാസിൽ നിന്നും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, റിലീസ് ചെയ്യിപ്പിക്കുക. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന എല്ലാം നിർത്തലാക്കുക. ഇതാണ് ഡൈജസ്റ്റീവ് ഹോർമോൺസിന്റെ അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ഡൈജസ്റ്റീവ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് നീറ്റിന് ഇല്ലാത്തവര് നോക്കണം എന്നില്ല. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കഥ. അപ്പൊ ഇത് ഓക്കെ, ശരി. നൗ കമ്മിങ് ടു എങ്ങനെയാണ് ഈ ചേട്ടന്മാരെ അബ്സോർബ് ആവുന്നത്? നമ്മൾ പറഞ്ഞു ഇത്രയും സംഭവങ്ങൾ എല്ലാ ഡൈജഷൻ നടന്നുമില്ല. ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ് കുട്ടികളെ? നമ്മുടെ ലുമെനില് നടന്നു. ലുമെനിലെ ഇന്റസ്റ്റൈനൽ മ്യൂക്കോസയുടെ വളരെ അടുത്താണ് നടക്കുന്നത്. See, it is not still inside the body, it is still inside an aorta. It has to be absorbed to the body. Alle, see, most important thing what you have to understand is vaayinte ullil poye it doesn't mean that it has gone into the body. It is complete aorta, full and full aorta. Now it has to be absorbed to the body. That is when it comes inside the body. So intestinal mucosa it has to go to the blood or lymph. Okay, that is when we say it has been transferred to the body. There are three ways. One is passive transport, one is active transport, one is facilitated transport. Facilitated, passive means no energy expenditure. Energy expenditure illada valichedukkum, depending on the concentration gradient. Oru salathe concentration koodudalana, on one place concentration is very high, in another place concentration is very less. Concentration കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് മൂവ്മെന്റ് നടക്കുന്നതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? കോൺസെൻട്രേഷൻ കുറവാണ്, ഈ സ്ഥലത്ത് കോൺസെൻട്രേഷൻ കൂടുതലാണ്. കോൺസെൻട്രേഷൻ കൂടുതലാണോ കുറവാണോ എന്നൊന്നും നോക്കില്ല. ഐ വാണ്ട് ദിസ് തിങ്, ഐ ഹാവ് ടു ഗെറ്റ് ദിസ് തിങ്. എനർജി വെച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എനർജി എക്സ്പെൻഡിച്ചറോട് കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്, this helps with the help of carrier proteins. Okay, carrier proteins ന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്
ഫെസിലിറ്റേറ്റഡ് പ്രോട്ടീൻസ്, ഒന്നില്ലെങ്കിൽ കാരിയർ അയോൺസ് അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസിന്റെ ഹെൽപ്പോടെ നടക്കുന്നതാണ് ഫെസിലിറ്റേറ്റഡ് പ്രോട്ടീൻസ് അല്ല ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വി ഹാവ് ടു സ്റ്റഡി ഇൻ അനദർ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നൗ കമ്മിങ് ടു പാസീവ് ട്രാൻസ്പോർട്ട്. എനർജി ഒന്നും ചെലവാക്കാതെ ആരെയൊക്കെ ഉള്ളിലോട്ട് കയറ്റുന്നത്? അമിനോ ആസിഡ്സിനെ കയറ്റും, ഗ്ലൂക്കോസിനെ കയറ്റും, മോണോസാക്രൈഡ്സ് കുറച്ച് ഗ്ലൂക്കോസിനെ കയറ്റും. അതേപോലെ സം ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് ക്ലോറൈഡ് അയോൺ, amino acid, glucose, chloride ion go into the body by passive transport. Active transport again amino acid, glucose. ആദ്യമൊക്കെ ഗ്ലൂക്കോസിനെ നമ്മൾ കുറച്ച് ഗ്ലൂക്കോസിനെ അമിനോ ആസിഡിനെ എനർജി എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ലാണ്ട് വലിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ കോൺസെൻട്രേഷൻ കുറയും, ഗ്ലൂക്കോസും അമിനോ ആസിഡിന്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ ബോഡി പറയും ചേട്ടാ അമിനോ ആസിഡ് ആൻഡ് ഗ്ലൂക്കോസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ്, മൊത്തം ഇങ്ങോട്ട് എടുത്തേ എന്ന് പറഞ്ഞിട്ട് ഫുൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി വലിച്ചെടുക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നോക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി പോകുന്നത് സോഡിയം. അപ്പൊ സോഡിയം ക്ലോറൈഡ് വന്നു എന്ന് വിചാരിച്ചോ, ഉപ്പ് പോയാ സോഡിയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ക്ലോറൈഡ് പാസീവ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് വഴി ഫ്രക്ടോസ്, ചില അമിനോ ആസിഡ് is transferred through facilitated transport. അപ്പൊ ഇതിനെ നമ്മള് സോഡിയം കാരിയർ അയോൺ. അപ്പൊ ആരെ ഹെൽപ്പ് ചെയ്യണേ? സോഡിയം എന്ന് പറയുന്ന കാരിയർ അയോൺ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ. Are you all clear with this? Okay, അപ്പൊ വാട്ടർ ട്രാൻസ്പോർട്ട് എപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, ഓസ്മോസിസ് വഴിയായിരിക്കും വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുക. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. Alright, water transport happens through concentration gradient, osmosis വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. Okay, now coming to അപ്പൊ ഇതിൽ എവിടെ ഫാറ്റി ആസിഡ്സിന്റെ കാര്യവും ഗ്ലിസറോളിന്റെ കാര്യവും പറഞ്ഞില്ലല്ലോ. ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് ആർ കമ്പാരിറ്റീവ്ലി അതിനെ ചെറുതാക്കി, മാക്സിമം ചെറുതാക്കി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് സ്മോൾ ഇനഫ്. ഇറ്റ് കനോട്ട് എൻറ്റർ ദ ബ്ലഡ്. അപ്പൊ ബ്ലഡിലേക്ക് എങ്ങനെയാ കയറുക? Can you all imagine villi is there, ladies and gentlemen, villi are there. Here also villi are there, which tremendously increases the surface area. All right, this is the small intestine. And ഇവിടെ എന്താ blood vessels are there. Your blood vessels are there. Okay, ഇവിടെ blood vessels എന്ന് പറഞ്ഞാൽ capillaries ആണുള്ളത്. Capillaries ആണുള്ളത് ഇവിടെ അല്ലെ. Capillaries are going to be here. ആ capillaries are very thin blood vessels. അതിന് ഗുണ്ട് ഫാറ്റ് മോളിക്യൂൾസ്, ഫാറ്റി ആസിഡ്സ് വന്നു കഴിഞ്ഞാൽ കയറ്റാൻ പറ്റില്ല. ദേ ആർ നോട്ട് ബിഗ് ഇനഫ് ടു ഡു ദാറ്റ്. അപ്പൊ ബ്ലഡിന്റെ ഉള്ളിലേക്ക്, ബ്ലഡ് കാപ്പിലറീസിന്റെ ഉള്ളിലേക്ക് ദിസ് ഡസ് നോട്ട് എൻറ്റർ. ഫാറ്റി ആസിഡ്സ് ഡു നോട്ട് എൻറ്റർ, ഗ്ലിസറോൾസ് ഡു നോട്ട് എൻറ്റർ. So what happens? Micelles, see, we already discussed that micelles are formed. Micelles are formed as small droplets. They are going to move into the intestinal mucosa. Micelles are going to move into the intestinal mucosa. Okay, intestinal mucosa. Then what happens is that intestinal mucosa there are Golgi apparatus. You all know Golgi apparatus, no? Cell in the ullile there is cell organelle known as Golgi apparatus. Right? What does this Golgi apparatus do? Golgi apparatus is going to cover this particular fat. Fat it is going to cover it with another protein, with a protein. It is going to cover it with a protein. This protein is known as, this protein is what? Apolipoprotein. This protein is apolipoprotein. Okay, and the whole structure is known as what? Chylomicron. Very important. Chylomicron. The whole structure is chylomicron. So what happens, ladies and gentlemen? There is a fat globule over here. Okay, and it is acted upon by the micelle. It is acted upon by the bile salt, and ultimately micelle is formed. Okay, and these micelles are going to enter into the see, lipase is there, triglyceride, monoglyceride is there, adilana micelles form chain, and ultimately they are going to enter into the mucosa, intestinal mucosa. Inside that, the Golgi apparatus, Golgi apparatus is going to restructure this. And what is going to happen? It is going to surround the fat globule with a protein, which is apolipoprotein, and chylomicrons are formed.
These are protein coated fat globules, and they are going to move into, there is something else waiting here. There is something else waiting here, which is the lymph vessels, which are the lymph vessels which are going to wait here. They are going to enter into the lymph vessel. They are going to enter into the lymph vessel. And what is going to happen? See, fatty acids are there, fatty acids and monoglycerides are there, and emulsification happen. After emulsification, micelles come in. Micelles enter into the mucosa. Inside the mucosa, Golgi apparatus kind of changes them. Golgi apparatus changes them and surrounds them with a protein, and that is known as chylomicrons. And these chylomicrons are going to go into the submucosal layer. Inside the submucosal layer, there is lacteal, and these enter into the lacteal. What is lacteal? Lacteals are the lymph vessels. Lacteals are the lymph vessels. Lacteal in the chain, lymph vessels are going to carry these lymph. What is lymph? You all know what is lymph? Yes or no? No, yeah, no. Blood vessels. Intestinal fluid. Tissue fluid in the adani lymph. 10th നമ്മൾ പഠിച്ചേക്കണ സാധനമാണ് tissue fluid. Okay, adani lymph. So what is this? Okay, yeah, okay. All right. This is a blood vessel, blood capillary. Things are going to ooze out from your blood capillary. Okay, say this is your tissue, and they are going to ooze out into the tissue, intercellular space. This is known as tissue fluid or lymph. This is going to be collected by a lymph vessel. And ultimately they are going to be drained. So this is your tissue. There will be tissue fluid. Tissue fluid it will be drained by the lymph vessel, and ultimately it will join to a blood capillary. Vein. This is going to join to a blood vein. Join, so that the whole stuff is black into circulation. Are you all clear with this? Lacteal lymph vessel, this particular lymph vessel is known as lacteal. This particular lymph vessel, which is present in the submucosal layer of the intestine. Intestine in the submucosal layer, there are lymph vessels in order to absorb the fatty acids. This is known as lacteal. Either lymph vessels ultimately circulate, it opens to the vein. Vein is comparatively validan, so it can afford to take gundu fat globules, fatty acids. Okay, three manasilayo, Abhirami manasilayo? Yes, ma'am. Ellarku manasilayo? Sheikh? Okay, Sherry. So now can you all revise this once? I know the good. ഇത് നോക്കി, ഇതാണ് കൈലോമൈക്രോൺ എന്ന് പറയുന്ന സാധനം. ഫാറ്റ് ഗ്ലോബ്യൂളിന്റെ അതിന് ചുറ്റും ഈ പറയുന്നത് പോലെ നമുക്ക് ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, ആ പ്രോട്ടീൻ കോട്ടിംഗ്, ഈ ഫുൾ സ്ട്രക്ചർ ഇസ് നോൺ ആസ് കൈലോമൈക്രോൺ. ആൻഡ് ഇഫ് യു സീ എ വില്ലൈ, സി ദീസ് ആർ ദ വില്ലൈസ് ഇൻസൈഡ് ദ സ്റ്റൊമക്. ഇത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. നോക്കി, ഇതാണ് വില്ലൈസ്. ഈ വില്ലൈന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെയായിരിക്കും വില്ലൈ ഉണ്ടാവുക. അതിന്റെ ഉള്ളില് there will be blood vessels and the lymph vessel which is there. നടുക്കുള്ളത് lymph vessel. Lymph vessel is comparatively ഗുണ്ടു big ആയിട്ടുണ്ടാവും. So it is easy to take in the fatty acids and glycerol into the lymph vessel. All right, okay ആണോ? Adnan അവിടെ ഉണ്ടോ? Yes, ma'am. All right, okay. കാണുന്നില്ല Adnan. Now coming to absorption, if you see absorption, where does absorption take place? Okay, absorption generally take place in എവിടെയെന്നാ നമ്മൾ പറഞ്ഞത്? ജെജുനം ആൻഡ് ഇലിയത്തിലാണ് നടക്കുക. So jejunum and ileathil മാത്രല്ല, minor absorptions, കുട്ടി absorptions are going to happen in different parts of your alimentary canal, which is mouth കുറച്ച് നടക്കും, stomach, small intestine, large intestine. മൗത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. മൗത്തിൽ എന്തൊക്കെയാ ഉള്ളത്? മൗത്തിലെ drugs which are coming into contact with the mucosa.
ഓക്കെ. ആൻഡ് ലോവർ സൈഡ് നമ്മൾ ഈ മറ്റേ എന്താണ് നമ്മുടെ ഈ സ്കൂളിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിട്ടും, ഡ്രഗ്സ് ഒക്കെ കിട്ടും. ആ ഡ്രഗ്സ് നാക്കിന്റെ അടിയിലാണ് വെക്കുക. അതിങ്ങനെ ഓട്ടയാവും ഫുള്ളി. എന്നാലും കുട്ടികൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നാണ് കേൾക്കണേ. ഓക്കെ. അപ്പൊ ലോവർ സൈഡ് ഓഫ് ദ ടങ്, ഓക്കെ, അവിടെ നിന്നും അത് ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഡയറക്ട്ലി അബ്സോർബ്. സോ ഡ്രഗ്സ് വിച്ച് ആർ കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് മ്യൂക്കോസ ആൻഡ് ലോവർ സൈഡ് ഓഫ് ദ ടങ്, ഇത് ഇവിടെ അബ്സോർപ്ഷൻ നടക്കും. ആൻഡ് സ്റ്റൊമക്കിൽ എന്താ അബ്സോർപ്ഷൻ നടക്കുന്നത്? വാട്ടർ, simple sugars, alcohol. Water, simple sugars, alcohol. Stomachile absorption നടക്കും. Small intestine obviously main organ for the absorption ആണ്. Digestion completely small intestine ലാണ് നടക്കുന്നത്. duodenatiലാണ് complete digestion നടക്കുന്നത്. Final products of the digestion എവിടെയാണ്? Final products of the digestion ഏതൊക്കെയാ? Glucose ഉണ്ടായിരുന്നു, fructose ഉണ്ടായിരുന്നു, ഫാറ്റിൽ നിന്നും ഫാറ്റി ആസിഡ്സ് ഉണ്ടായിരുന്നു, ഗ്ലിസറോൾ ഫാറ്റിൽ നിന്നും വന്നു, അമിനോ ആസിഡ് വന്നു. എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് അബ്സോർബ് ടു ദ മ്യൂക്കോസ. ഓക്കെ. ആൻഡ് മ്യൂക്കോസയിൽ നിന്ന് ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫിലേക്ക് അബ്സോർപ്ഷൻ നടക്കും. Yes, we studied that now. Large intestine, water is getting absorbed, minerals are getting absorbed, drugs, some of the drugs are getting absorbed. Okay, idana large intestine absorption nadakana. So absorption is taking place at every point. Esophagus obviously, mouth, stomach, small intestine, large intestine. Ivada pala sadhangal idile edokka sadhangal evideyana absorb avane ennallathu it might be asked. Okay. And coming to absorption. Okay. And ultimately absorb cheyida kayinte it is going to reach the tissue. All the nutrients are going to reach your tissue, and where it is assimilated means either it is used for energy production or it is used for biosynthesis. That is nammade thanne sharirathine by your body building nu vendite use it. Assimilation, maybe to make some cell organelles, maybe to make your cell membrane, maybe to make different kind of proteins, it is being used. Okay. So energy production vendita, or generally carbohydrates and fats are for energy production. Proteins are generally for biosynthesis means to make up the body, to build the body. Okay. Waste and the same solidify cheyum inside the rectum, solidify cheyum because water is going to be absorbed from the large intestine. Ultimately a fecal matter is solidified, and through a neural reflex mass peristaltic movement vadi defecation nadakum. Okay. And the last portion is like disorder എന്ന് പറയുന്ന പല തരത്തിൽ digestive disorders വരാം. Okay. Bacterial infection കാരണം വരാം, viral infection വരാം, and these can be like from the tapeworm, roundworm, threadworm, hookworm, pinworm, lot of worms. It can enter through your food, it can enter through soil. കുട്ടികളൊക്കെ soilil കളിച്ചിട്ട് they eat without cleaning their hands, no, അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കാം. All these causes inflammation in the intestinal tract. Okay. Inflammation ഇതില് വരും. ഇതിന്റെ ഒക്കെ സയന്റിഫിക് നെയിം ഇട്ടിട്ടുണ്ട്. ഇത് വരാം tapeworm is tinea, roundworm is ascaris, pinworm is enterobius, hookworm is ancylostoma, threadworm, okay, threadworm is strongyloids. Okay. ഇതെല്ലാം ഒന്ന് ഓടിച്ച് പഠിച്ചിരിക്കണം. ഇപ്പൊ കേൾക്കുമ്പോഴേക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. വി ആർ ഗോയിങ് ടു സ്റ്റഡി ദിസ് അഗൈൻ ആൻഡ് അഗൈൻ. അപ്പൊ എളുപ്പമുണ്ടോ? 5 പ്രാവശ്യം പറഞ്ഞു നോക്കണം കേട്ടോ. ഇതെല്ലാം ടീനിയ, ആസ്കാരിസ്, എൻറ്ററോബിയസ്, ആൻസിലോസ്റ്റോമ, സ്ട്രോങ്കിലോയിഡ്സ്. ഓക്കെ. 5 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും യു വിൽ ബി ഫൈൻ വിത്ത് ദിസ്. അപ്പൊ ഫസ്റ്റ് അസുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണ്ടിസ്. ഹിയർ ലിവർ ഇസ് എഫക്റ്റഡ്. യെല്ലോ കളർ ആണ് ജോണ്ടിസ്. ഓക്കെ. ലിവർ ഇസ് ബീങ് എഫക്റ്റഡ്. സ്കിൻ ആൻഡ് ഐസിൽ അപ്പോ ലിവർ എഫക്റ്റഡ് ആകുമ്പോഴത്തേക്കും ബൈൽ പിഗ്മെന്റ്സ് വരും. ബൈൽ പിഗ്മെന്റ്സ് വന്നിട്ട് അത് സ്കിന്നിലും ഐസിലും ഒക്കെ ഡെപ്പോസിറ്റഡ് ആവും. ആൻഡ് യെല്ലോ ആയിട്ട് നമ്മുടെ കണ്ണൊക്കെ യെല്ലോ കളറായിട്ട് തോന്നും. സോ ദാറ്റ് ഈസ് ദ എന്താണ് ജോണ്ടിസ് എന്ന് പറയുന്ന സാധനം. കമ്മിങ് ടു വോമിറ്റിംഗ്. ഓക്കെ. വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഇജക്ഷൻ ഫ്രം ദ സ്റ്റൊമക്കിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനെയാണ് വോമിറ്റിംഗ് എന്ന് പറയുക. അതിന്റെ സയന്റിഫിക് നെയിം ഇസ് എംഎസ്എസ് റിഫ്ലെക്സ്. ഓക്കെ. അപ്പൊ ഇത് മൗത്തിൽ കൂടിയിട്ട് പുറത്തേക്ക് വരും. സോ റിഫ്ലെക്സ് ആക്ഷൻ ഇസ് കൺട്രോൾഡ് ബൈ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദർ ഇസ് എ സെന്റർ വിച്ച് ഇസ് വോമിറ്റ് സെന്റർ. ഈ പുറത്തേക്ക് വരുന്നത് ഇസ് കൺട്രോൾഡ് ബൈ മെഡ്യൂല മീൻസ് നെക്കിന്റെ പുറകിൽ ബ്രെയിനിന്റെ പാർട്ടാണ്. ഓക്കെ. ബ്രെയിനിന്റെ പാർട്ട് ലോവർ മോസ്റ്റ്, വി ഹാവ് ദാറ്റ് ടു സ്റ്റഡി. ബ്രെയിനിന്റെ ലോവർ മോസ്റ്റ് പാർട്ട് ഇസ് മെഡ്യൂല. ഈ മെഡ്യൂല ആണ് വോമിറ്റ് സെന്റർ കൺട്രോൾ ചെയ്യുന്നത്. വോമിറ്റ് സെന്റർ ഇസ് കൺട്രോൾഡ് ബൈ മെഡ്യൂല. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ.
മെഡുല. സോ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. അതെന്താ? നെക്സ്റ്റ് ഇസ് ഡയറിയ. ഡയറിയ മീൻസ് അബ്നോർമൽ ലൂസ് മോഷൻ എന്ന് പറയില്ലേ, അബ്നോർമൽ ബവൽ മൂവ്മെന്റിനെയാണ് ഡയറിയ. ലിക്വിഡ് ആയിരിക്കും. ഫീക്കൽ ഡിസ്ചാർജ് ഇസ് വെരി വെരി ലിക്വിഡ് ഇൻ നേച്ചർ. അപ്പൊ ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അബ്സോർപ്ഷൻ നടക്കില്ല, പ്രോപ്പർ ആയിട്ട് ഫുഡ് അബ്സോർപ്ഷൻ നടക്കില്ല. ഓർ കോൺസ്റ്റിപ്പേഷൻ, നേരെ തിരിച്ച് ഫീക്കൽ മാറ്റർ മൂവ് ചെയ്യില്ല, രക്തത്തിന് പുറത്തേക്ക് മൂവ് ചെയ്യില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഇറഗുലർ ബവൽ മൂവ്മെന്റ്. മൊത്തത്തിൽ ഇറഗുലർ ബവൽ മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇൻഡൈജഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പേടി വരുമ്പോ, അല്ലെങ്കിൽ പരീക്ഷ സ്ട്രെസ് വന്നു, അപ്പൊ ഐ കനോട്ട് ഈറ്റ്, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് കഴിക്കുമ്പോ, ബർഗർ ഒക്കെ ഒരു 10 എണ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻഡൈജഷൻ വരും. ഭയങ്കര സ്പൈസി ഫുഡ് കഴിച്ചാൽ, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് ആയിട്ട് എൻസൈം സെക്രീഷൻ വന്നു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ ഡൈജഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഫുൾ ടൈം ഫുൾ ആണെന്ന് തോന്നി, ഈവൻ വെൻ യു ആർ നോട്ട് ഹാവിങ് എനി യുനോ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു ഫുൾനെസ് വരും, ഭയങ്കര ഒരു ഫുൾനെസ് വരും. അതിനെയാണ് ഇൻഡൈജഷൻ എന്ന് പറയുക. പ്രോപ്പറായിട്ട് ഭക്ഷണം നമ്മുടെ ഡൈജസ്റ്റ് ആവാണ്ട് വയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി വെരി ഡേഞ്ചറസ്. ഓക്കെ, ഇൻഡൈജഷൻ വരും. ഓക്കെ, ഇത് കുറച്ച് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന്റെ കഥയാണ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യൂ ഇതുവരെ പറഞ്ഞത്, എന്നിട്ട് നമുക്ക് ഇത് പറയാം. This is PEM. PEM എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ PEM എന്ന് പറയാം കേട്ടോ. ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, നമ്മളൊക്കെ ഉൾപ്പെടുന്നതെന്നാണ് അവർ പറയുന്നത്. സൗത്ത് അമേരിക്ക, വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്കയിലൊക്കെയാണ് ഈ മാൽന്യൂട്രീഷൻ കാണുന്നത്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, പ്രോട്ടീനിന്റെ ഇല്ലായ്മയും എനർജിയുടെ ഇല്ലായ്മയും. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോട്ട് കാരണം, അല്ലെങ്കിൽ വരൾച്ച കാരണം, ഫാമിൻ കാരണം, അല്ലെങ്കിൽ ഭയങ്കര പൊളിറ്റിക്കൽ ടേമോയിൽ കാരണം, അവിടെ സിവിൽ വാർസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടില്ല അല്ലെ. ബിക്കോസ് ഓഫ് വിച്ച് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും. ഇത് ജനറലി ആക്ച്വലി സംഭവിച്ചേക്കുന്നത് ബാംഗ്ലാദേശില്, അതേപോലെ ഡ്യൂറിങ് ലിബറേഷൻ വാർ ആൻഡ് ഇൻ എത്യോപ്യ. ഓക്കെ, ബംഗ്ലാദേശിൽ ലിബറേഷൻ വാറിന്റെ സമയത്തും എത്യോപ്യയിലും ഒക്കെ ഭയങ്കര വരൾച്ച, സിവിയർ ഡ്രോട്ടിന്റെ മിഡ് 80s. അപ്പൊ പെമ്മെ ആരെയും എഫക്ട് ചെയ്യണേ? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഇൻഫന്റ്സിനെയും ചിൽഡ്രനെയാണ് എഫക്ട് ചെയ്യണം. സോ ഇറ്റ് ക്യാൻ കോസ് മരാസ്മസ് ഓർ ആൻഡ് ക്വാഷിയോർക്കർ. മരാസ്മസ് എന്താന്ന് പറയുന്നത് നോക്കിക്കോ, അത് പ്രോട്ടീനും കാലറീസും എനർജിയും രണ്ടും ഡെഫിഷ്യന്റ് ആണ്. മരാസ്മസ് ഡെഫിഷ്യൻസി ഓഫ് ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് കാലറീസ്. ഓക്കെ, ഇത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികള് 1 വയസ്സിനേക്കാളും താഴെ ഉള്ള കുട്ടികളെ 2 വയസ്സ് വരെ അമ്മയുടെ പാല് കൊടുക്കണം. പക്ഷെ 1 ഇയറിനേക്കാളും താഴെയുള്ള കുട്ടികൾക്ക് അമ്മയുടെ പാലിനും പകരം വേറെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ആ ഫുഡിൽ പക്ഷെ പ്രോട്ടീനും ഇല്ല, കാലോറിഫിക് വാല്യൂ ഇല്ല, രണ്ടും ഇല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനറലി എപ്പോ സംഭവിക്കും? സെക്കൻഡ് പ്രഗ്നൻസി. ഇപ്പൊ കുട്ടിക്ക് 6 മാസം ഉള്ളപ്പോഴത്തേക്കും സെക്കൻഡ് പ്രഗ്നൻസി വന്നു എന്ന് വിചാരിച്ചോ. സെക്കൻഡ് പ്രഗ്നൻസി വന്നപ്പോ, അല്ലെങ്കിൽ 3 മാസം ഉള്ളപ്പോ സെക്കൻഡ് പ്രഗ്നൻസി വരാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ വന്നപ്പോ നമ്മള് ആദ്യത്തെ കുട്ടിക്ക് പാല് കൊടുക്കില്ല, രണ്ടാമത്തെ കുട്ടിക്ക് പാല് കൊടുത്തു തുടങ്ങും, ആദ്യത്തെ കുട്ടിക്ക് വേറെ സാധനങ്ങൾ കൊടുത്തു തുടങ്ങും. പക്ഷെ ദാറ്റ് ഇസ് ബോത്ത് ഈ പറഞ്ഞ പോലെ കാലോറിയും ഉണ്ടാവില്ല, പ്രോട്ടീനും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് മരാസ്മസ് ഉണ്ടാവണം. സോ മരാസ്മസിലെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ത് ചെയ്യും? ഇമ്പയർസ് ഗ്രോത്ത് ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ടിഷ്യൂ പ്രോട്ടീൻസ്. അപ്പൊ ടിഷ്യൂ പ്രോട്ടീൻസ് പ്രോപ്പർ ആയിട്ട് റീപ്ലേസ് ആവില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും. ലിംസ് എല്ലാം തിന്നാവും, സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും ആൻഡ് തിൻ ആൻഡ് റിങ്കിൾഡ് ആയിട്ടുണ്ടാവും. ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കുറയും, ബോഡി വെയിറ്റും ഭയങ്കരമായിട്ട് അങ്ങ് കുറയും. ഓക്കെ, അപ്പൊ ഒബ്വിയസ്ലി ബ്രെയിനിന്റെയും അതേപോലെ ഡെവലപ്മെന്റ് ഒന്നും പ്രോപ്പറായിട്ട്, മെന്റൽ ഡെവലപ്മെന്റ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. ക്വാഷിയോക്കറില് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാത്രമേ ഉള്ളൂ. ഓക്കെ, കാലോറിഫിക് ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. അതായത് ഭയങ്കര എനർജി റിച്ച് ഫുഡാണ്, പ്രോട്ടീൻ ഉണ്ടാവില്ല, അതിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. ഓക്കെ, ദിസ് റിസൾട്ട്സ് ഫ്രം അഗൈൻ റീപ്ലേസ്മെന്റ് ഓഫ് മദേഴ്സ് മിൽക്ക്. എങ്ങനെയാ? ഹൈ കാലറി ഫുഡ് കൊടുക്കും, പക്ഷെ അതിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും. 1 ഇയറിനേക്കാളും താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. മരാസ്മസ് അല്ല, ക്വാഷിയോർക്കറിൽ എന്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ തിന്നിങ് ഓഫ് ലിംസ് ഉണ്ടാവും, ഫെയിലിയർ ഓഫ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. പക്ഷെ ഫാറ്റ് വിൽ ബി ദെയർ ഇൻസൈഡ് ദ സ്കിന്നിന്റെ അകത്ത് ഫാറ്റ് ഉണ്ടാവും. ഓക്കെ, മോർ ഓവർ നീര് വരും, എക്സ്റ്റെൻസീവ് എഡീമ എല്ലായിടത്തും വരും, ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ ബോഡി പാർട്സ് ആർ സീൻ. ഇതാണ് പെമ്മിന്റെ സംഭവം. ഓക്കെ, ഒരു സംഭവം കൂടിയിട്ടുള്ളത്, ഇനി ഒരു സാധനം കൂടിയുള്ളത്, ജസ്റ്റ് ഷോ യു. ഈ വാല്യൂസ് കാണാണ്ട് പഠിക്കാനുള്ളതാണ്.
ഓക്കെ, ഏത് സാധനത്തിന്. അപ്പൊ എനർജി എത്രയാണ് ഓരോരോ ടൈപ്പ് ഓഫ് ഫുഡും റിലീസ് ചെയ്യണേ എന്നുള്ളത്. കാർബോഹൈഡ്രേറ്റ് രണ്ട് ടൈപ്പ് ഓഫ് എനർജി റിലീസിങ് നമുക്ക് നോക്കണം. ഒന്ന് ഗ്രോസ് കാലോറിഫിക് വാല്യൂ, ഫിസിയോളജിക്കൽ കാലോറിഫിക് വാല്യൂ. ഗ്രോസ് കാലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഐഡിയൽ കണ്ടീഷനിൽ, അപ്പൊ ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് എനർജി ആക്കാൻ നോക്കിയതിന് ശേഷം വി ഡു ദാറ്റ് ഇൻ എ ലാബ് കണ്ടീഷൻ ഇൻസൈഡ് എ ബോംബ് കലോറിമീറ്റർ. ഓക്കെ, ബോംബ് കലോറിമീറ്ററിൽ ഐഡിയൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് കാർബോഹൈഡ്രേറ്റിനെ കത്തിച്ചു. അങ്ങനെയാണെങ്കിൽ it produces 4.65 kilocalorie. Okay, for 1 gram of carbohydrate is going to produce 4.65 kilocalorie. പക്ഷെ physiological inside the body it may not be in ideal condition. It produces only 4 kilocalorie. Proteins are going to produce 5.45 kilocalorie. Inside the body it is going to produce 4 kilocalorie. Fats are going to 1 gram of fat is going to produce 9.45 kilocalorie, but inside the body it is going to produce 9 kilocalorie. All right, appo idana nammade kilocalorie kada, and this is about digestion, ladies and gentlemen. So next നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട്? ടീച്ച് ബാക്ക് ചെയ്യാനുണ്ട്, നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, നീറ്റിന്റെ ഡിസ്കഷൻസ് ചെയ്യാനുണ്ട്. ഓക്കെ.